ഇന്നത്തെ കാറ്റത്തെ കിളിക്കൂട് എപ്പിസോഡ്. ഇത്തിരി നേരം കാത്തിരിയടാ, ഇനി ഞാൻ എത്ര നേരം കാത്തിരിക്കും ഇവൻ്റെ ഒരു കാര്യം. ഇനിയും ഞാൻ കാത്തിരുന്നാൽ ഞാൻ മുരടിച്ചു പോകും. സുധീഷ് വരാന്തയിലിട്ട് വരുമ്പോഴത്തേന് അച്ഛൻ കാത്തിരുന്ന് പാട്ട് പാടുന്നു. നശിച്ച പാട്ട് നിങ്ങളുടെ നിർത്തിക്കോണം, അല്ലെങ്കിൽ എൻ്റെ കുണം കയറി വരുവേ. നികേഷ് എന്ന് നിധിയെ വിളിക്കുന്നു. ഏട്ടത്തി നമുക്ക് വണ്ടി ഓടിച്ചാലോ? എന്നെ കൊണ്ട് പറ്റുമോ? വീഴാതെ ഞാൻ നോക്കിക്കോളാം. ഏട്ടത്തി എണീറ്റ് വാ. സുധീഷ് ഏട്ടാ, ഞങ്ങൾ വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് വരട്ടെ. വണ്ടി മേടിച്ചു കൊടുക്കാൻ ഞാൻ, അല്ലാത്തപ്പോഴല്ല അനിയന്മാരും. ഏട്ടത്തി കൂളായിട്ട് ഓടിച്ചാൽ മതി, ഞാൻ പുറകിലുണ്ട്. നികേഷെ സൂക്ഷിച്ച് ഓടിക്കണേടാ. ആ ഓടിക്കാം ഏട്ടാ. ഏട്ടത്തി കയറുക, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് പതിയെ ഓടിക്കണേ. എന്നിട്ട് വളച്ചു കൊടുത്തിട്ട് പതിയെ ബ്രേക്ക് പിടിച്ച് നിർത്തുക. ആ സൂപ്പറായിട്ടുണ്ട് നീ ഏട്ടത്തി. ആ സൂപ്പറായി മോളെ, നന്നായിട്ടുണ്ട് മോളെ. ഏട്ടത്തി ഇനി തനി ഓടിക്കുക. ആ ഗേറ്റ് വരെ ഒന്ന് പോയിട്ട് വാ. എനിക്ക് പേടിയാടാ. അത് കുഴപ്പമില്ല, ഏട്ടത്തി ധൈര്യമായിട്ട് പോയിട്ട് വാ. നിധിയാണെങ്കിൽ വണ്ടി ഓടിച്ച് ഗേറ്റിൻ്റെ അങ്ങ് ചെല്ലാൻ തുടങ്ങുമ്പോഴത്തേന്, വണ്ടി ചെറുതായിട്ട് ചരിയാൻ തുടങ്ങുമ്പോഴത്തേന് സുധീഷ് ഓടി നികേഷിനെ തള്ളിയിട്ടുകൊണ്ട് ചെല്ലുന്നു. നിധി വണ്ടി ഓടിക്കുമ്പോൾ ബോഡി നല്ല സ്ട്രെയിറ്റ് ആയിരിക്കണം, ഹാൻഡിൽ നല്ല സ്ട്രെയിറ്റ് ആയിരിക്കണം. സുധീഷ് ഒന്നും മിണ്ടാതിരിക്കാമോ? ഞാൻ എങ്ങനെയെങ്കിലും വണ്ടി ഓടിച്ചോളാം. സുധീഷ് അവിടെ പോയി നിൽക്കുക, അല്ലെങ്കിൽ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. സുധീഷ് ഇങ്ങനെ ദേഷ്യപ്പെട്ട് പോരുന്നു. അപ്പോൾ അച്ഛനാണെങ്കിൽ അക്കരെ ഇക്കരെ നിന്നാലുള്ള ആശ തീരുമെന്നുള്ള പാട്ട് പാടുന്നു. നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇവിടെ ഇരുന്നാൽ പോരായിരുന്നോ? ഇതിന് ഹരീഷ് വരുന്നു. ആഹാ, ഏട്ടത്തി തനിയെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയോ? ആഹാ, സൂപ്പറായിട്ടുണ്ടല്ലോ. ഹരീഷ് ഏട്ടാ, എങ്ങനെയുണ്ട് ഏട്ടത്തിയുടെ ഡ്രൈവിങ്? ചെറിയൊരു ആട്ടമുണ്ട്, ബാക്കിയെല്ലാം ഓക്കെയാണ്. വണ്ടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആലോചിക്കും എല്ലാം, പക്ഷേ വണ്ടി എടുത്തു കഴിയുമ്പോൾ എനിക്ക് നല്ല ടെൻഷനാണ്. ഏട്ടത്തി ഇത്രയും ആയില്ലേ, ഇത് തന്നെ വലിയ അച്ചീവ്മെൻ്റ് അല്ലേ. ഇനി എത്രയും വേഗം റോഡിലേക്ക് ഇറങ്ങണം. താങ്ക് യു എടാ. മോളെ ഒരു റൗണ്ടും കൂടെ ഓടിച്ചിട്ട് വാ. അല്ല ഏട്ടത്തി, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ഓടിക്കണം. സുധീഷ് അവിടെ നിന്ന് പറയുന്നു. അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. ഏട്ടത്തി എന്നാൽ പോയിട്ട് വാ. നിധി വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാന്ദിനി വരുന്നു. ഹായ് ചാന്ദിനി, ബാ ചാന്ദിനി, സുഖമായിരിക്കുമെന്ന്. ഇതാരാ? ഇത് ബായുടെ അനിയത്തിയാ. നമസ്തേ ജി. ഇതെൻ്റെ താഴെയുള്ള അനിയന്മാരാ. ഇത് ഹരീഷ്, ഇത് നികേഷ്. ഇവനെ പിന്നെ അറിയാമല്ലോ. അറിയാം. ഇതെന്താ തനിയെ വന്നത്? അപ്പോൾ ഹിന്ദിയിൽ പറയുന്നു. സുഭാഷ് ഏട്ടന് മനസ്സിലാവുന്നില്ല. സുധീഷ് അപ്പോഴത്തേന് പറയുന്നു, ഈ കുട്ടിയെ അഭിനാഷ് ഭായിയും കൂടെ ബൈക്ക് യാത്ര ചെയ്യുമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ നമ്മുടെ വീട് ഇവിടെ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടി അഭിനാഷ് ഭായിയോട് പറഞ്ഞു ഇവിടെ ഇറക്കി വിടാൻ. ഈ കുട്ടിയെ തിരിച്ചു വരുമ്പോഴത്തേന് കൂട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു കാണുമായിരിക്കും. സുധീഷ് ഏട്ടന് ഹിന്ദിയൊക്കെ അറിയാമായിരുന്നു. ഇത്രയും ലോങ് ഹിന്ദിയായിരുന്നോ പറഞ്ഞത്? പറഞ്ഞ സന്ദർഭം മനസ്സിലാക്കി ഞാൻ ഇത്രയും കൂടെ വിശദമായിട്ട് പറഞ്ഞതാണ്. സുധീഷ് ഏട്ടന് ഹിന്ദിയൊക്കെ അറിയാമെന്നെ, ഞാൻ സ്കൂളിൽ പഠിച്ചതാടാ. അപ്പോൾ ഹിന്ദിയിലൊരു പാട്ടൊക്കെ പാടുന്നു. അപ്പോഴത്തേനും ഇതിൻ്റെ അർത്ഥം എന്തോ? അത് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അകത്ത് പോവാം. ഇതെൻ്റെ അച്ഛനാണ്. നമസ്തേ ജി. ഹിന്ദിയിൽ അച്ഛൻ മറുപടി പറയുന്നു. അപ്പോഴത്തേനും അയ്യോ, സൂപ്പറായിട്ട് ഹിന്ദി പറയുന്നല്ലോ. ഹിന്ദി നമ്മുടെ രാഷ്ട്രഭാഷയാണ്. ഞാൻ ഉത്തരേന്ത്യയിൽ കുറേ കാലം വർക്ക് ചെയ്തിട്ടുണ്ട് ഡ്രൈവറായിട്ട്, അങ്ങനെ പഠിച്ചതാണ്. അപ്പോഴത്തേനും സുധീഷ് പറയുന്നു, അന്തർ ആഹാ വാനാഹേ ക്യാ? എടാ പൊട്ട, അത് അകത്തോട്ട് പ്രവേശനം നിഷേധിച്ചെന്നാണ് അർത്ഥം. ആ അന്തർ ചലേ. പിന്നാണെങ്കിൽ എല്ലാവരും അകത്തോട്ട് കയറുന്നു. പിന്നെ നിധിയാണെങ്കിൽ കസാര ഇട്ട് കൊടുക്കുന്നു. ബൈട്ടോ. കുട്ടി ഹിന്ദി പറയുന്ന വീട് കണ്ടിട്ട് ഇത് ബഹുത്ത് അച്ഛാ ഹേ. ഈ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ വന്ന് ഈ വീടിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. അവരുടെ നാട്ടിലെ വീടുകളാണെങ്കിൽ ഇതിലും ചെറുതാണ്. നിധി വെള്ളം കൊണ്ടു കൊടുക്കുന്നു. താങ്ക്സ് പറയുന്നു. ഇതിന് സുധീഷ് എന്തൊക്കെയോ ഹിന്ദി പറയുന്നുണ്ട്. മതി, ഞാൻ ഇന്ന് ഫുഡ് ഉണ്ടാക്കും, അത് താൻ കഴിച്ചിട്ട് കൂടി പോയാൽ മതി, തനിക്കൂടെയാണ് ഉണ്ടാക്കുന്നത്. ശരി എന്ന് പറഞ്ഞ് സുഭാഷ് ഏട്ടന് നിധി അടുക്കളയിൽ പോകുന്നു. സുധീഷിനാണെങ്കിൽ ഫോൺ വരുന്നു. സുധീഷും അങ്ങോട്ട് പോകുന്നു. അപ്പോഴത്തേന് നികേഷ് ചോദിക്കുന്നു, ശാന്തിനി നിങ്ങൾ ബംഗാളിൽ എവിടെയാണ് താമസിക്കുന്നത്? കൊച്ചു ബീഹാറിൽ. എടാ അവർ ബംഗാളിലല്ല താമസിക്കുന്നത്, ബീഹാറിലാന്ന്. ഹരീഷ് ഏട്ടാ, ബംഗാളിൽ തന്നെയുള്ള സ്ഥലമാണ് കൊച്ചു ബീഹാർ. അപ്പം തനിക്ക് എങ്ങനെ ഹിന്ദി അറിയാം? പൂനെ ആയതുകൊണ്ടൊക്കെ അപ്പോൾ തനിക്ക് ഹിന്ദി അറിയാമല്ലേ? തനിക്ക് ഞാൻ കുറച്ച് മലയാളം പഠിപ്പിച്ചു തരട്ടെ. കുറച്ച് മലയാളം പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പം നികേഷ് മനസ്സിലോർക്കുന്നു, പുറത്തിരിക്കുന്ന ആ കൂടെ കുറച്ച് പണി കൊടുത്താലോ? ആദർ മലയാളത്തിൽ പറയട്ടെ. എൻ്റെ അച്ഛനൊരു വിളക്കെണ്ണയാണ്. എന്നാൽ ഞാൻ അവിടെ പോയി ചോദിക്കട്ടെ? എന്നാൽ പോയി ചോദിച്ചിട്ട് വാ. എടാ പാവം, ചുമ്മാതിരിയടാ. ഏട്ടാ, കോമഡിക്ക് ഒരു അവസരം കിട്ടുമ്പോഴാണ് അത് പാഴാക്കുന്നത്. ആ കുട്ടി അച്ഛനോട് ചെന്ന് സംസാരിക്കുന്നു. അച്ഛൻ ഒരു വിളക്കെണ്ണയാണോ? നിനക്ക് ആരോടാ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയത്തില്ല. നിനക്കപ്പോൾ മലയാളം അറിയാമല്ലേ? എന്നെ ആരാന്നാ പറഞ്ഞത്? ഈ മുഖത്ത് നോക്കി തന്നെ നീ അത് ചോദിക്കണം അല്ലേ? അപ്പോഴത്തേന് സുഭാഷ് ഏട്ടൻ പറഞ്ഞു, എന്താ അവിടെ പ്രശ്നം? കേരളത്തിൽ വന്ന് തൊഴിൽ ചെയ്യുവല്ലേ, നമ്മുടെ രാഷ്ട്രഭാഷയല്ലേ എന്ന് കരുതി നമ്മുടെ വീട്ടിൽ കയറ്റി ഇരുത്തിയപ്പോൾ അവൾ തനി മലയാളത്തിൽ എനിക്കിട്ട് പണിയാൻ നോക്കുന്നു. കാലിയോ? അച്ഛാ, അവരെന്നെ പഠിപ്പിച്ചു തന്നതാ. സോറി അച്ഛാ. ആ കുട്ടി ഹിന്ദി പറയുന്നു. സുഖമല്ലയോ എന്ന് ചോദിക്കാൻ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടതാണ്. സുഭാഷേ, നീ സൂക്ഷിച്ചോണം, അല്ലെങ്കിൽ നിനക്കിട്ടും പണിയും. ഞാനൊന്നും പറയുന്നില്ല, അന്യനാട്ടിൽ നിന്ന് വന്ന കുട്ടിയല്ലയോ. മലയാളത്തിൽ പറഞ്ഞാട്ടെ, സുഖമാണോ എന്നാണ് ചോദിക്കേണ്ടത്, മനസ്സിലായോ? സുഖമാണോ? ഇനി ഇവന്മാരുടെ അടുത്ത് ഈ മലയാളം പോയി പഠിച്ച നാട്ടുകാർ നിന്നെ തല്ലു. ആ കുട്ടി നമുക്ക് അകത്ത് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് നിധി വിളിക്കുന്നു. സുഭാഷ് ഏട്ടൻ വന്ന് നികേഷിനെ വഴക്കുന്നു. എന്താണ് കാണിച്ചു വെക്കുന്നത്? ഞാൻ വേണ്ടാന്ന് പറഞ്ഞാ സുഭാഷ് ഏട്ടാ.
എടാ, ഒരാൾ ഒരു സ്ഥലത്ത് വെച്ച് ഒരു കാര്യം പഠിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ വേറൊരു സ്ഥലത്ത് പോയി ആ കാര്യം പറയും. നിനക്ക് കാര്യം പറഞ്ഞെന്ന് മനസ്സിലായോ? എന്നാൽ മാറി നിൽക്ക്. ഇപ്പം തമാശയ്ക്ക് പോയിട്ട് എന്തായി ഇപ്പോൾ? കാണിക്കുന്ന സുധീഷിനെയാണ്. തോമസ് ഏട്ടാ ഒന്ന് നിൽക്കുക, ഞാൻ ട്രാവൽസിൽ പോയിരുന്നു. എന്തിന്? എനിക്ക് കാശ് വല്ലതും വേണോ? വേണ്ട, എനിക്ക് ജോലിയില്ലാത്ത അത് 1 മാസത്തെ കാര്യമല്ലേ ഉള്ളൂ. 1 മാസം കഴിയുമ്പോൾ ലൈസൻസ് കിട്ടുമല്ലോ, അപ്പം നമുക്ക് ജോലിക്ക് കയറാം. അതുവരെ ഞാൻ എന്ത് ചെയ്യുമെന്നാ? ഭാര്യയുടെ കൂടെ വീട്ടിൽ ഇരിക്കണം. തമാശകളാ ജോസഫ് ഏട്ടാ. എൻ്റെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യോ ഡിസ്മിസ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല. തന്നെയല്ല RDO അല്ല മേടിച്ചു വെച്ചേക്കുന്നതും, പോലീസാണ് മേടിച്ചു വെച്ചേക്കുന്നത്. എൻ്റെ വീട്ടിൽ വെച്ചതിന് പകരം പോലീസ് സ്റ്റേഷനിൽ വെച്ചെന്ന് കരുതിയാൽ മതി. കോപ്പി വെച്ച് വണ്ടി ഓടിക്കാമല്ലോ. എടാ, നീ എന്നെയും കൂടെ കുഴപ്പത്തിലാക്കുമോ? തോമസ് ഏട്ടാ, ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല തോമസ് ഏട്ടാ. അല്ലെങ്കിൽ തന്നെ പറയുന്നത് നിന്നോട് കൂടുതൽ അടുപ്പം കാണിക്കുന്നു, നിന്നോട് കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്നു എന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. പോലീസ് സ്റ്റേഷനിൽ നിൻ്റെ ലൈസൻസ് മേടിച്ച് വെച്ച കാര്യം അവന്മാർക്കറിയാം. നീ ഇന്നെ കള്ളത്തരം കാണിച്ചുകൊണ്ട് വരാൻ അവന്മാരെങ്ങനെ വിളിച്ചു പറയും. തന്നെയല്ല, SI നേരിട്ടെടുത്ത കേസാണ്. എനിക്ക് വയ്യ പുലിവാലി പിടിച്ച് നടക്കാൻ. 1 മാസമല്ലേ, നീ അതുവരെ സഹിക്കുക. അതുവരെ ഞാൻ ആർക്കെങ്കിലും വണ്ടി ഓടിക്കാൻ കൊടുക്കാം. ആ വണ്ടി വേറെ ആർക്കെങ്കിലും വണ്ടി ഓടിക്കാനോ കൊടുക്കാനോ? ആ വണ്ടി മേടിച്ച മുതൽ ഞാനല്ലേ ഏട്ടാ വണ്ടി ഓടിക്കുന്നത്. വേറെ ആർക്കെങ്കിലും വണ്ടി കൈമാറുമ്പോൾ എനിക്ക് എന്തൊരു വിഷമമാണ്. നിനക്ക് വേണ്ടി ഞാൻ 1 മാസം വണ്ടി ഷെഡിൽ കയറ്റിയിടണോടാ? നിനക്ക് വേണ്ടി 1 മാസം വെയിറ്റ് ചെയ്യാൻ വേണ്ടി നിൻ്റെ ഭാര്യയൊന്നും അല്ലല്ലോ, വണ്ടിയല്ലയോ അത്? 1 മാസം വരെ വേറെ ആമ്പിള്ളേർ ഓടിക്കട്ടെ വണ്ടി. നിനക്ക് വല്ല കാശം കാണാൻ വേണം? വേണ്ട, എന്നാൽ ശരി എന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടൻ കയറി പോന്നു. പിന്നെ കാണിക്കുന്നത് രാത്രിയാണ്. എല്ലാവരോടും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നു. സുധീഷിനെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് നിധി ചോദിക്കുന്നു. അവൻ വിളിച്ചായിരുന്നു, ഇപ്പം വരും അവൻ. അവളെ മോക്ക് വണ്ടി ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ശരിക്കും സർപ്രൈസായി. ഒരു വണ്ടി കൊണ്ടുവരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഹരീഷ്, എത്ര രൂപയായി വണ്ടിക്ക്? അതെനിക്കറിയത്തില്ല, സുധീഷേട്ടനെ അറിയത്തുള്ളൂ. ഹരീഷിൻ്റെ വർക്ക്ഷോപ്പ് മുഖേനയല്ലേ വണ്ടി എടുത്തത്, അപ്പോൾ ഹരീഷിന് അറിഞ്ഞൂടെ? അതെന്തിനാ മോൾ അറിയുന്നത്? ഒന്ന് അറിഞ്ഞിരിക്കാനാ സുഭാഷ് ഏട്ടാ. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സുധീഷ് ഞങ്ങളെ കൊല്ലും. മോള് തന്നെ സുധീഷിനോട് ചോദിച്ചു. അല്ലേ, എനിക്ക് വേണ്ടി ഇത്രയും പണം പുണക്കുന്നതല്ലേ? അതിനെക്കുറിച്ച് മോളിപ്പം ചിന്തിക്കേണ്ട. മോൾ ആഹാരം കഴിക്കേ. അല്ല സുഭാഷ് ഏട്ടൻ ഒരു വണ്ടി വാങ്ങിക്കൂടെ? എനിക്കെന്തിനാ മോളെ വണ്ടി? ഈ വീട്ടിൽ ഇനി വണ്ടി വാങ്ങുവാണെങ്കിൽ നികേഷിനാണ് വണ്ടി വാങ്ങുന്നത്. വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ പോരെ. എപ്പോൾ മേടിക്കുമെന്ന് പറ എപ്പോൾ മേടിക്കുമെന്ന്. നിനക്ക് മേടിച്ച് തരാടാ. എപ്പം മേടിക്കുമെന്ന് പറ. എൻ്റെ അടുത്ത ബർത്ത്ഡേ ആവട്ടെ, അപ്പോഴത്തേന് വണ്ടി മേടിച്ച് തരാം. നീ ഹാപ്പി ആയോ? ചെറിയ ഹാപ്പിയായി. അപ്പോഴത്തേന് സുധീഷ് വരുന്നു. അവർ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്ന കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ.